കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ കാലങ്ങളായി ലോകത്തോട് വിളിച്ചു പറയുന്ന ആ വലിയ സത്യം ഇപ്പോൾ ശത്രുപാളയത്തിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്ക് പാകിസ്ഥാൻ കടത്തിവിട്ടത് 10,000-കണക്കിന് ഭീകരരെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷാൽ ഒരു പാക് മതപണ്ഡിതൻ തന്നെയാണ്. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-ത്വയ്ബയുടെ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് കാശ്മീരിലേക്ക് 10,000 ഭീകരരെ അയച്ചിട്ടുണ്ടെന്നാണ് വിവാദ പാക് പുരോഹിതനായ നസീർ മദനി തുറന്നടിച്ചത്. പാകിസ്ഥാനിലെ ബഹാവൽ നഗറിൽ നടന്ന ഒരു പൊതുപരിപാടിയിലായിരുന്നു ഇന്ത്യയുടെ സുരക്ഷാവാദങ്ങളെ 100% ശരിവെക്കുന്ന ഈ നിർണായക വെളിപ്പെടുത്തൽ. തങ്ങളുടെ മണ്ണിൽ ഭീകരർ ഇല്ലെന്ന് ലോകത്തിന് മുന്നിൽ കള്ളം പറയുന്ന പാകിസ്ഥാന്റെ തനിനിറം അവരുടെ സ്വന്തം ആളുകൾ തന്നെ ഇപ്പോൾ വലിച്ചു കീറുകയാണ്. 166 പേരുടെ ജീവനെടുത്ത മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ്. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഇയാളെയാണ് പാകിസ്ഥാൻ വർഷങ്ങളായി സംരക്ഷിച്ചു നിർത്തുന്നത്. അടുത്തിടെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിലും ഈ കൊടും ഭീകരന്റെ പങ്ക് വ്യക്തമായതോടെ ജമ്മു കോടതി ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിൽ ഒളിവിൽ കഴിയുന്ന ഹാഫിസ് സയ്യിദ് അടക്കമുള്ള പാക് പ്രതികളെ, പാക് ഭീകരരെ അവരുടെ അസാന്നിധ്യത്തിൽ തന്നെ വിചാരണ ചെയ്യാനുള്ള കർശന നിയമ നടപടികളിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പാക് മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടായ ഈ പുതിയ വെളിപ്പെടുത്തൽ ഹാഫിസ് സയ്യിദിനും പാകിസ്ഥാനുമെതിരായ ഇന്ത്യയുടെ രാജ്യാന്തര നീക്കങ്ങൾക്ക് വലിയ കരുത്തു പകരും. കശ്മീരിലെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ കർശന നടപടികൾ എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ വെളിപ്പെടുത്തൽ അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് ക്യാമറ.